ഹായ്, നമസ്കാരമുണ്ട്. ഇന്ന് ഞങ്ങൾ കോന്നിയിലാണ് ഉള്ളത്. കോന്നിയിൽ ഞങ്ങൾ ഷോപ്പ് പരിചയപ്പെടുത്താൻ വന്നതാണ് നിങ്ങൾക്ക് വേണ്ടി. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഷോപ്പാണ്. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യണം മറക്കാതെ. ഞാൻ ഈ പറഞ്ഞ ഷോപ്പില് ഡ്യൂപ്ലിക്കേറ്റ് കീ ഒക്കെ നിർമ്മിച്ച് നൽകും. അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള വീഡിയോ ആണ് വരുന്നത്. ആരും മിസ്സാക്കരുതേ. അപ്പൊ ഞാൻ പറഞ്ഞ ഷോപ്പ് വരുന്നത് കോന്നി മാലൂർപ്പാലം ജംഗ്ഷനിലാണ്. അപ്പൊ നമുക്ക് ഷോപ്പ് ഒന്ന് കണ്ടുവരാം. അപ്പൊ ഷോപ്പൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇവിടുത്തെ സർവീസസ് എന്തൊക്കെയാണ് നമുക്ക് ചോദിക്കാം. നമ്മൾ എല്ലാവിധ സ്മാർട്ട് കീകൾ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ സ്കാനിങ്ങുകൾ, സെൻട്രൽ ലോക്കിന്റെ റിപ്പയറുകൾ, കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഡോറുകളുടെ മുതൽ ഇപ്പൊ പറയുന്ന പുതിയ BS6 വണ്ടികളുടെ പുതിയ വണ്ടികളുടെ വരെ ഫുള്ള് നമ്മൾ കീ ചെയ്ത് കൊടുക്കുന്നു. അതിൽ നമ്മുടെ ഫസ്റ്റ് കട്ടിംഗ് മെഷീൻ എന്ന് പറഞ്ഞ ഇതാണ്. ഇത് നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ നമ്മളെ കീ ഉള്ളതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസാണ്. ഇതിൽ നമ്മൾ കീ കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ടൈപ്പ് ഡോറിന്റെ കീകൾ, പിന്നെ ഇത് മണിച്ചിത്രകാരന്റെ കീയാണ്, ഈ മോഡൽ കീകൾ ഒക്കെയാണ് ഈ സൈഡിൽ കട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ ഡോറിന്റെ കീകൾ, പിന്നെ അതുപോലെ തന്നെ സാധാ 2 വീലറുകളുടെ കീകൾ, പിന്നെ ഭാരത് ബെൻസ്, ലൈലാൻഡ് പോലുള്ള വലിയ വണ്ടികളുള്ളത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻസറുകൾ വരുന്ന കീകൾ, റിമോട്ട് വരുന്ന കീ ഒക്കെ ഇതിൽ കട്ട് ചെയ്തെടുക്കും. ഇത് വരുന്നത് പിന്നെ ഇപ്പം പുതിയ മോഡൽ കീകൾ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോർ കീ മോഡൽ ഡോറിന്റെ കീ ടൈപ്പ് കീകളൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. പിന്നെ അതിന്റെ കൂട്ട് തന്നെ ഇപ്പോഴത്തെ ബൈക്കിന്റെയും കാറിന്റെയും ഒക്കെ വരുന്ന അൾട്രാ കട്ടിംഗ് എന്ന് പറയും, മോളിൽ കൂടെ കട്ടിംഗ് വരുന്ന ബ്ലേഡുകളാണ്. ഇതെല്ലാം നമ്മൾ ഇതെ കട്ട് ചെയ്തെടുത്ത് പക്കയാക്കി കൊടുക്കും. പിന്നെ വരുന്ന മെയിൻ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടികൾ 2007 ശേഷമൊക്കെ വരുന്ന വണ്ടികളുടെ കീ മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ മെഷീനിൽ നമ്മൾ കട്ട് ചെയ്ത് പ്രോഗ്രാമിംഗ് ഉള്ള വണ്ടിയാണെങ്കിൽ പ്രോഗ്രാം ചെയ്ത് വണ്ടി സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ആക്കി കൊടുക്കും. അത് ഏത് മോഡലാണ് അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതാണ് നമ്മൾ സ്മാർട്ട് കീ ഉദ്ദേശിക്കുന്നതാണ്. ഇപ്പോഴത്തെ പുഷ് ബട്ടൺ മോഡലുകളൊക്കെ വരുന്ന സ്മാർട്ട് കീസ് ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ പ്രോഗ്രാമിംഗ് ബ്ലേഡിന്റെ ഇതിനുള്ളിൽ എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റിയ ബ്ലേഡുകൾ വരുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിന്റെ പ്രോഗ്രാം ചെയ്ത് വണ്ടി സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ആക്കി പക്ക കൊടുക്കും. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടി എന്തെങ്കിലും സാഹചര്യത്തിൽ വഴിയിലായി പോയി കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗിന്റെയോ സെൻസറുകളുടെ എന്തെങ്കിലും വിഷയത്തിൽ വണ്ടി വഴിയിലായി കഴിഞ്ഞാൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കിടക്കുന്നിടത്ത് നിന്ന് നമ്മൾ ടൂൾ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് അത് പക്കയാക്കി വണ്ടി സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ആക്കി കൊടുക്കുന്നതായിരുന്നു. ഏത് സെൻട്രൽ ലോക്കിനെ ഒരു പ്രീമിയം ലോക്കിലേക്ക് ഫ്ലിപ്പ് കീയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ റിമോട്ടുകളാണ്. നമ്മുടെ ഇരിക്കുന്ന നോർമൽ ഈ പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോലത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിലോട്ട് മാറ്റി കഴിഞ്ഞാൽ വണ്ടി എത്ര ചെറിയ വാല്യൂ ഉള്ളതാണെങ്കിലും നമുക്കൊരു പ്രീമിയം ലുക്കിലേക്ക് കീ കൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. റിച്ച് ലുക്കിലേക്ക് വരും. വണ്ടി ഏതാണെന്നുള്ളത് ആരും അറിയില്ല. പക്ഷേ വണ്ടി കീ കാണുമ്പോൾ അത് അത്യാവശ്യം പ്രീമിയം ലുക്കിൽ വരും. അതുപോലെ തന്നെ നമുക്ക് ഏത് റിമോട്ടും ഇതുപോലെയുള്ള കീയെ ഹാങ് ചെയ്തിട്ടേക്കുന്ന ടൈപ്പ് റിമോട്ടുകളാണെങ്കിലും അല്ലാതുള്ള നോർമൽ റിമോട്ടുകളാണെങ്കിലും ഈ മോഡൽ റിമോട്ട് ആണെങ്കിലും നമുക്ക് ഇതുപോലത്തെ പ്രീമിയം ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അത് ഇന്ന കമ്പനി എന്നൊന്നുമില്ല. നമുക്ക് അഡീഷണൽ സെറ്റ് ചെയ്ത സെൻട്രൽ ലോക്ക് വണ്ടികളാണെങ്കിലും നമുക്ക് ഈ മോഡൽ റിമോട്ടുകളിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് പ്രീമിയം ലുക്കിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ടൈപ്പ് കീയുടെ ഒക്കെ ഈ മോൾ ഭാഗം പൊട്ടിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അതിലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതുപോലത്തെ ബോഡിയായിട്ട് സെപ്പറേറ്റ് കിട്ടുന്നുണ്ട്. നമുക്കത് ബോഡി മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് പഴയ ബ്ലേഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ കീ കട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ സെൻസർ ഇല്ലാത്ത നോർമൽ കീ ഒക്കെ ആണെങ്കിൽ ഒരു മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിൽ കീ ഇട്ട് സെൻസർ പ്രോഗ്രാമിംഗ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഒരു മാക്സിമം പഴയ വണ്ടിയൊക്കെ ഒരു അരമണിക്കൂറിനുള്ളിലും പിന്നെ പുതിയ മോഡൽ BS6 ഒക്കെ ആണെങ്കിൽ ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂറിനുള്ളിൽ ഫുള്ള് പ്രോഗ്രാം ചെയ്ത് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സ്മാർട്ട് കീസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്കൊരു മാക്സിമം അരമണിക്കൂറിനുള്ളിലൊക്കെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് ചെയ്ത് വർക്കിംഗ് കണ്ടീഷനാക്കി നമുക്ക് കിട്ടുന്നത്. മാരുതിക്ക് വരുന്ന നോർമൽ ടൈപ്പ് കീയാണ്. സാധാരണ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു ടൈപ്പ് കീയാണ്. അതേസമയം നമുക്ക് ഈ മാരുതിയുടെ തന്നെ ഒറിജിനൽ ഇതേപോലത്തെ ഫ്ലിപ്പ് മോഡൽ കീയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സെൻട്രൽ ലോക്ക് ഫുൾ ഇൻസ്റ്റാളേഷനും അതുപോലെ തന്നെ കംപ്ലൈന്റുകളുള്ളതിന് അതിന്റെ പാർട്സ് മാത്രം ചേഞ്ച് ചെയ്യുകയും മിഡ് വേരിയന്റ് പോലുള്ള വണ്ടികൾക്ക് സെൻട്രൽ ലോക്ക് യൂണിറ്റിന്റെ അങ്ങോട്ട് മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കുകയും അങ്ങനെ സെൻട്രൽ ലോക്കിന്റെ സംബന്ധമായ മുഴുവൻ വർക്കുകൾ നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ഈ സെപ്പറേറ്റ് റിമോട്ട് സെപ്പറേറ്റ് അങ്ങനെയുള്ള ഒരു മോഡലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീയും റിമോട്ടും കൂടെ ഒറ്റ ഫ്ലിപ്പ് മോഡലിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള വർക്കാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ വർക്കിന് വന്ന ഒരു വണ്ടിയാണ്. നമ്മുടെ ടാറ്റ ഇൻഡിഗയുടെ ഒരു കീയാണ്. കസ്റ്റമറുടെ കീ ആയിരുന്നു. നമ്മളതിപ്പോ ഈ ഒരു മോഡലിലേക്ക് കൺവേർട്ട് ചെയ്ത് ഫ്ലിപ്പ് മോഡൽ പ്രീമിയം ലുക്കിലേക്ക് മാറ്റി. ഇപ്പൊ മനസ്സിലായില്ലേ ഇതിനകത്ത് ഡിഫറൻസ്? മനസ്സിലായി. അപ്പം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉള്ളൊരു മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് തന്നെ ഇലക്ട്രിക്കൽ വർക്ക്, അപ്പോഴത്തെ വർക്ക്, സ്റ്റിക്കർ വർക്ക്, മെക്കാനിക്കൽ സൈഡ് പരമായിട്ടുള്ള എല്ലാ വർക്കും ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം ഒരു വർക്കിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾക്ക് ഇറങ്ങി വരണം. മൊത്തത്തിൽ എല്ലാ വർക്കും ഒറ്റ കുടക്കയിൽ തന്നെ ചെയ്ത് പോകുന്ന രീതിയിൽ നമുക്ക് വണ്ടിയായിട്ട് ഇവിടെ വരാം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു
മറ്റൊരു സ്ഥാപനമാണ് ചോയ്സ് മെറ്റൽസ്. ഇതിന്റെ അകത്ത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റീൽ ഫാബ്രിക്കേഷൻ, സ്റ്റീലുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റീലിന്റെ ഏറ്റവും സാധനങ്ങൾ നമ്മുടെ വരുന്നുണ്ട്. ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വർക്കിന് ഒരു സ്റ്റീൽ വർക്കിന് സംബന്ധമായിട്ടുള്ള ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇതിന്റെ കിട്ടുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിന്റെ പൈപ്പുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗോഡൌൺ. എല്ലാ സൈസിലുള്ള പൈപ്പുകളും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ കൂടെ തന്നെ ബിൽഡിങ്ങിന് ആവശ്യമായ സിലിണ്ടറുകൾ നമുക്ക് വരുന്നുണ്ട്. പിന്നെ അത് വന്ന് നമ്മുടെ വുഡൻ ലെഗുകളും കാര്യങ്ങളും ഡിസൈൻ കൊടുക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം ഇതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഷീറ്റുകളും അവൈലബിൾ ആണ്. എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി ഒറിജിനൽ സ്റ്റീൽ തന്നെയാണ്. ഇതിന്റെ സെക്കൻഡ് ക്വാളിറ്റി കാര്യങ്ങളൊന്നും നമ്മളതിൽ ഇല്ല. ഷോപ്പ് വരുന്നത് കോന്നിയിൽ നിന്നും വരുമ്പോൾ എലിയറക്കയ്ക്ക് മുന്നായി മാരോപ്പാലം ജംഗ്ഷനിലാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. എന്തെങ്കിലും ആവശ്യം റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും അതിന്റെ സൊല്യൂഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഷോപ്പ് കണ്ടല്ലോ, എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ആവശ്യമുള്ളവർ ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെടാൻ മറക്കരുത്. ഫോൺ നമ്പർ കാര്യങ്ങൾ സ്ഥലമൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ ഓക്കെ, ബൈ ബൈ, സീ യു.